അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു നേതാവാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. അഴിമതിയുടെ ചങ്ങലയിൽ കുരുങ്ങിയ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ താമസിച്ചിരുന്ന വസതിയായ ശീഷ് മഹലിൽ താമസിക്കുമോ എന്ന ചോദ്യത്തിന് രേഖ ഗുപ്ത ഇങ്ങനെയാണ് മറുപടി നൽകിയിരിക്കുന്നത്. താൻ എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് അതിനാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ മറുപടി നൽകി. നമുക്കറിയാം, നരേന്ദ്രമോദി എന്ന വ്യക്തി അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പാത പിന്തുടരാനാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കുന്നതിന് ആം ആദ്മി പാർട്ടിക്ക് വൻപൻ തിരിച്ചടിയാണ് നൽകുന്നതും. കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ മുഖം രക്ഷിക്കാനായിരുന്നു അതിശയ ആ സ്ഥാനത്തേക്ക് അവർ കൊണ്ടുവന്നതും. എന്നാൽ അവസാനം അത് 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടതും. മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോടികൾ ചിലവഴിച്ചുകൊണ്ട് മോടി പിടിപ്പിച്ച ഔദ്യോഗിക വസതിയായിരുന്നു ശീഷ് മഹൽ. അതിനുള്ളിൽ താൻ അബദ്ധവശാൽ പോലും കാലെടുത്ത് വെക്കില്ല എന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞിരിക്കുകയാണ് രേഖ ഗുപ്ത. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ എന്നും നിർധനരായ ജനങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ താൻ ആ പാത തന്നെ തുടരുമെന്നും ഡൽഹിയുടെ പടനായിക അത് പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അവർ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നതും. അതേസമയം അധികാരത്തിലേറിയ ഉടൻ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും അവർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മാർച്ച് 8 മുതൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 2500 രൂപ എത്തിക്കുമെന്നും രേഖ പ്രഖ്യാപിച്ചു. BJPയുടെ സുപ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നത് രാജ്യ തലസ്ഥാനത്തെ 48 BJP MLA-മാരുടെ ഉത്തരവാദിത്തമാണ്. സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ നടപ്പിലാക്കും. മാർച്ച് 8-ന് തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുമെന്നും അവർ വ്യക്തമാക്കുന്നു. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. അതേപോലെ തന്നെ ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് രേഖ ഗുപ്ത വിജയിച്ചതും. ആം ആദ്മിയുടെ വന്ദന കുമാരിയെ 29,000-ഓളം വോട്ടുകൾക്കായിരുന്നു രേഖ ഗുപ്ത പരാജയപ്പെടുത്തിയതും. മുൻ ഡൽഹി മുനിസിപ്പൽ കൗൺസിലറായിരുന്ന രേഖ ഗുപ്തയുടെ പേര് അപ്രതീക്ഷിതമായാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടതും. തുടക്കത്തിൽ പർവേഷ് വർമ്മ അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നത്. എന്നാൽ ഡൽഹിയെ നയിക്കാൻ വനിതാ മുഖം വരട്ടെ എന്ന് നേതൃത്വം തീരുമാനമെടുക്കുകയായിരുന്നു. രാജ്യ തലസ്ഥാനത്തിന് പുതിയ മുഖഛായ നൽകുമെന്ന് നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. വലിയ ഉത്തരവാദിത്തമാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഒരു മകളെ പോലെ തന്നെ വിശ്വസിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നേതൃത്വത്തിനും നന്ദി പറയുന്നുവെന്നും രേഖ ഗുപ്ത പറഞ്ഞു. പാർട്ടി നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നതാണ് തന്റെ പ്രാഥമിക പരിഗണനയെന്നും രേഖ ഗുപ്ത പറയുന്നുണ്ട്. 48 MLA-മാരും ടീം മോദിക്കായി പ്രവർത്തിക്കുക എന്നതാണ് അടുത്ത മുൻഗണന. ആം ആദ്മി പാർട്ടിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുമോ എന്ന ചോദ്യത്തിന് അവർ ചിലവഴിച്ച ഓരോ രൂപയ്ക്കും കണക്ക് പറയേണ്ടി വരുമെന്നും രേഖ ഗുപ്ത പറഞ്ഞു. രേഖ ഗുപ്തയ്ക്കൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നുള്ള MLA പർവേഷ് വർമ്മ ഉൾപ്പെടെ 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. പർവേഷ് വർമ്മയെ കൂടാതെ തന്നെ കപിൽ മിശ്ര, മജീന്ദർ സിംഗ്, അതേപോലെ തന്നെ ആശിഷ് ഇവരെല്ലാവരും തന്നെ ഈ പേരുകളും ഉൾപ്പെടുന്നുണ്ട്. രാംലീല മൈതാനത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി മോദിയെ കൂടാതെ തന്നെ BJP NDA ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും 30,000-ലധികം ആളുകളും പങ്കെടുക്കും. അതേസമയം 26 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് BJP അധികാരത്തിലേറുന്നതും. നിയമസഭാ തിരഞ്ഞെടുപ്പ് 70 സീറ്റുകളിൽ 48ഓളം സീറ്റുകൾ നേടിയാണ് BJP ഭരണം പിടിച്ചെടുത്തതും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളായിരുന്നു BJPക്ക് ലഭിച്ചതും. 62 സീറ്റുകൾ നേടിയ ആം ആദ്മിക്കാകട്ടെ 24 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായതും. ഡൽഹിയുടെ ചരിത്രത്തിലെ തന്നെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.